ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2291. ഇന്ന് ഏപ്രിൽ മാസം 9-ാം തീയതി. ഈ ആണ്ടിലെ 99-ാമത്തെ ദിവസത്തിലെത്തി. ഈസ്റ്ററിനെ തുടർന്നുള്ള ഒരാഴ്ച ഹെവോര ദിനങ്ങളാണ്, പ്രകാശത്തിന്റെ ദിവസങ്ങൾ. അനുദിന ജീവിതത്തിൻ്റെ സാധാരണ സംഭവങ്ങളിൽ ക്രിസ്തുയേശുവിനെ കാണാനും കേൾക്കാനും തൊട്ടനുഭവിപ്പാനും സാധിക്കട്ടെ. തീർച്ചയായും വേണം. എളുപ്പകാര്യമൊന്നുമല്ല പറയുന്നത്. പക്ഷെ ജീവിതത്തിൽ കുറെ കൂടി ഏകാഗ്രതയും ജാഗ്രതയും പുലർത്തിയാൽ അത് വളരെ അത്യാവശ്യമാണ്. നമുക്കിത് സാധിക്കും. നമ്മളാരും തീരെ ബധിരരൊന്നുമല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ചില നിർണായക നേരങ്ങളിൽ നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ ഒരാൾ ചില കാര്യങ്ങൾ പറയുന്നില്ലേ? അങ്ങനെ കേൾക്കാത്തതായി ആരെങ്കിലും ഉണ്ടോ? പിന്നീട് ആ കാര്യമൊക്കെ ഓർത്തെടുക്കുമ്പോൾ അങ്ങനെ പറഞ്ഞു എന്നല്ലേ, ആരോ ഒരാൾ എൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞു എന്നൊക്കെ. ഇത്തരം തോന്നലുകളിൽ മാത്രമല്ല, നമ്മെ മുട്ടിയുരുമി നടക്കുന്നതിൽ നമ്മൾ കണ്ടുമുട്ടുന്ന പല അപരിചിതരിലുമൊക്കെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശു ശരിക്കും മറഞ്ഞു നിൽപ്പില്ലേ? കാലത്തിൻ്റെ അവസാനം വരെ നമ്മോടൊപ്പം ഉണ്ടാകും എന്നത് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടൊപ്പം ഉണ്ടാകും എന്നുകൂടിയല്ലേ അതിൻ്റെ അർത്ഥം? അത് തിരിച്ചറിയാൻ എന്തുമാത്രം വേഗത്തിൽ എനിക്ക് കഴിയുന്നു എന്നതാണ് എൻ്റെ ജീവിതത്തിലെ ക്രിസ്തു സാന്നിധ്യത്തിലേക്കുള്ള ദൂരം. ഉയർപ്പിന് ശേഷം അപരിചിതരുടെ രൂപത്തിലാണ് തൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ക്രിസ്തുയേശു പ്രത്യക്ഷപ്പെട്ടത്. ശരിക്കും അത് കൗതുകം തരുന്ന കാര്യമാണ്. വെറും സാധാരണക്കാരനെ പോലെ ഈസ്റ്ററിന്റെ പുലരിയിൽ കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് കാത്തുനിന്ന മഗ്ദലന മറിയം. അവൾക്ക് മുന്നിൽ യേശു പ്രത്യക്ഷപ്പെടുന്നത് ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന്റെ പ്രഭയോടോ പ്രകാശത്തോടോ അല്ല. എന്തിന്? ജീവിച്ചിരുന്നപ്പോൾ ആ ശരീരത്തിനുണ്ടായിരുന്ന കാന്തി പോലും ഉണ്ടായിരുന്നില്ലെന്നല്ലേ അർത്ഥം. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ മറിയം ഉറപ്പായും യേശുവിനെ തിരിച്ചറിഞ്ഞു. അത്രയേറെ അടുപ്പം അവർക്കിടയിൽ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ ഇപ്പോൾ യേശു ഒരു തോട്ടക്കാരന്റെ രൂപത്തിലാണ്, വെയിലേറ്റ് കരുവാളിച്ച ശരീരത്തോടെ മറിയത്തിന് മുമ്പിൽ. പിന്നെ യേശുവിന് മാത്രം കഴിയുന്ന അത്ര ആർദ്രതയോടെ മറിയത്തെ വിളിക്കുകയാണ്, മറിയം. ഞൊടിയിട കൊണ്ട് മറിയം അവിടുത്തെ തിരിച്ചറിയുകയും ചെയ്യുകയാണ്. പേരെടുത്ത് വിളിക്കുന്ന എന്നാൽ അപരിചിത രൂപത്തിൽ ഒപ്പമുണ്ടെന്ന് ക്രിസ്തുയേശു. അതൊന്ന് തിരിച്ചറിഞ്ഞ് ധ്യാനപൂർവ്വം ജീവിപ്പാനായിട്ട് കുറെ കൂടി ഏകാഗ്രതയും ജാഗ്രതയും എന്നിലും വന്ന് നിറയണമേ. ആമേൻ.